രണ്ടിലൊന്നിന് പണയം വെക്കപ്പെട്ടവനെ പറയുള്ളൂ നമ്മളൊക്കെ. എന്റെ കർമ്മം ഒന്നില്ലെങ്കിൽ സ്വർഗത്തിന് പണയം വെച്ചു, അല്ലെങ്കിൽ നരകത്തിന് പണയം വെച്ചു. പണയം വെക്കുക എന്ന് പറഞ്ഞാല് മുസ്ലിം സമൂഹത്തിലെ 99.9% ആളുകൾക്കും പരിചയമുള്ള പദമാണ്. സ്വർണം പണയം വെച്ചു, വീടിന്റെ ആധാരം പണയം വെച്ചു. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഇതെന്തിനു പണയം വെച്ചെന്നറിയോ? ഇങ്ങനെ ഓരോ തിന്മ ചെയ്യുമ്പോഴും ഞാനും നിങ്ങളും നമ്മെ കൊണ്ടുപോയി പണയം വെക്കുന്നത് ഒന്നില്ലെങ്കിൽ നരകത്തിന്, അല്ലെങ്കിൽ സ്വർഗത്തിന്. ഞാനും നിങ്ങളും നമ്മെ പണയം വെക്കേണ്ടത് എന്തിനാണ് പറയുള്ളത്? നരകത്തിനാണോ അതല്ല സ്വർഗത്തിനാണോ? ആലോചിക്കേണ്ട വിഷയം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم من اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها ولا تزر وازرة وزر أخرى وما كنا معذبين حتى نبعث رسولا اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. വിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്ത് അൽ ഇസ്രാ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല നമ്മോട് പഠിപ്പിക്കുന്ന ഗൗരവമായ ചില കാര്യങ്ങളുണ്ട്. മനുഷ്യരുടെ രക്ഷാശിക്ഷകളിൽ അംഗീകരിക്കപ്പെട്ട 3 അടിസ്ഥാന തത്വങ്ങളെയാണ് ഈ ഒരു വചനത്തിൽ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. മനിഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി. ഒന്നാമത് ഈ ആയത്തിൽ ഒന്നാമത്തെ കാര്യം അതാണ്. വമൻ ضل ഫഇന്നമാ യضل അലൈഹാ. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? മനിഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി. ആര് നേർമാർഗം സ്വീകരിക്കുന്നുവോ അവൻ അവന്റെ സ്വന്തത്തിന്റെ ഗുണത്തിനു വേണ്ടി തന്നെയാണ് നേർമാർഗം സ്വീകരിക്കുന്നത്. വമൻ ضل ഫഇന്നമാ യضل അലൈഹാ. ആര് വഴിപഴവിലാകുന്നുവോ അവൻ തനിക്കെതിരിൽ തന്നെയാണ് വഴിവിഴവിലാകുന്നത്. സുബ്ഹാനക അലീം. വല്ലാത്തൊരു വാക്കാണത്. പ്രിയമുള്ളവരെ, ഓരോരുത്തനും അവന്റെ ഇഷ്ടം പോലെ ഏത് മാർഗവും സ്വീകരിക്കാം. പക്ഷേ അതിന്റെ ഗുണവും ദോഷവും അവനവൻ തന്നെ അനുഭവിക്കണമെന്ന് മാത്രം. അതാണ് അല്ലാഹു തആല വളരെ കൃത്യമായ ആയത്തിൽ പഠിപ്പിച്ചു. ഇനി നോക്കൂ നിങ്ങൾ, ഈ ആയത്തിന്റെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ കൊണ്ടുവരുന്നത് മറ്റു ചില ആയത്തുകളാണ്. വിശുദ്ധ ഖുർആനിലെ 10-ാമത്തെ അധ്യായം സൂറത്ത് യൂനുസിന്റെ 108-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്, ഖുൽ യാ അയ്യുഹന്നാസു ഖദ് ജാഅകുമുൽ ഹഖ്ഖു മിർ റബ്ബികും ഫമൻ ഇഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി വമൻ ضل فإنما يضل عليها
വമാ അന അലൈക്കും ബിവകീൽ. പറയുക നബി, ഓ ജനങ്ങളെ, യാ അയ്യുഹന്നാസ് ഖദ് ജാഅകുമുൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള ഹഖ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. എന്നിട്ട് പറയാണ് ഫമനിഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി. അതിനാൽ ആര് ഹുദ സ്വീകരിക്കുന്നുവോ അവൻ തന്റെ ഗുണത്തിന് തന്നെയാണ് ഹുദ സ്വീകരിക്കുന്നത്, നേർവഴി സ്വീകരിക്കുന്നത്. വമൻ ളല്ല ഫഇന്നമാ യദുല്ലു അലൈഹാ. ആരെങ്കിലും വഴിവഴച്ചു പോയാൽ അതിന്റെ ദോഷം അവനവന് തന്നെയാണ്. ആരാണോ പഴക്കുന്നത് അവന് തന്നെയാണ്. ആരാണോ നന്നാകുന്നത് അതിന്റെ ഖൈർ അവനായതുപോലെ ആരാണോ പഴക്കുന്നത് അവന്റെ ഷർറും അവന് തന്നെയാണ്. വമാ അന അലൈക്കും ബിവകീൽ. ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന നബി എന്നാണ്. ഈ ആയത്തുകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വീണ്ടും ചില ആയത്തുകൾ ഓർമ്മ വരികയാണ്. അല്ലാഹു തആല പറയാൻ വഅൻ അത്ലുവൽ ഖുർആൻ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ചില പ്രത്യേകതകൾ പറയാം. ഞാൻ ഖുർആൻ ഓതിക്കേൾപ്പിക്കപ്പെടാനും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് ഖുർആൻ ഓതിക്കേൾപ്പിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയാൻ ഫമനിഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി. ആകയാൽ ആരെങ്കിലും സന്മാർഗം സ്വീകരിക്കുന്ന പക്ഷം സ്വന്തം ഗുണത്തിന് തന്നെയാണ് അവൻ സന്മാർഗം സ്വീകരിക്കുന്നത്. വമൻ ളല്ല ഫഖുൽ ഇന്നമാ അന മിനൽ മുൻദിരീന. വല്ലവരും വ്യതിചലിച്ചു പോകുന്ന പക്ഷം ഹുദ സ്വീകരിക്കാതെ, ഇസ്ലാം സ്വീകരിക്കാതെ, ഖുർആൻ സ്വീകരിക്കാതെ, തിരുസുന്നത്ത് സ്വീകരിക്കാതെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗം സ്വീകരിക്കാതെ ആരെങ്കിലും പഴച്ചുപോയാൽ നബിയെ താങ്കൾ പറഞ്ഞേക്കുക, ഇന്നമാ അന മിനൽ മുൻദിരീൻ, ഞാൻ മുന്നറിയിപ്പുകാരിൽ ഒരാൾ മാത്രമാകുന്നു. സൂറത്തുൻ നംലിന്റെ 92-ാമത്തെ ആയത്ത്. ഓരോ ആയത്ത് വായിക്കുന്നതിന്റെ താഴെയും മറ്റായത്തുകൾ പണ്ഡിതന്മാർ, ഇമാമിങ്ങൾ തഫ്സീറായിട്ട് കൊണ്ടുവരാൻ നോക്കൂ. നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമർ 39-ാമത്തെ അധ്യായം അതിന്റെ 41-ാമത്തെ ആയത്തിൽ കാണാ ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ്. തീർച്ചയായും നാം മനുഷ്യർക്ക് വേണ്ടി സത്യപ്രകാരമുള്ള ഒരു ഗ്രന്ഥം അഥവാ വിശുദ്ധ ഖുർആൻ നിന്റെ മേൽ ഇറക്കി തന്നിരിക്കുന്നു എന്നാണ്. ഖുർആൻ നിനക്ക് ഇറക്കി തന്നിരിക്കുന്നു നബിയെ. ഇനി ഖുർആൻ കിട്ടിയ സമൂഹത്തെ കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ ഖുർആൻ വന്ന സമൂഹത്തെ കുറിച്ച് പറയാൻ, ഫമനിഹ്തദാ ഫലിനഫ്സി. ആകയാൽ ആരെങ്കിലും സന്മാർഗം സ്വീകരിച്ചാൽ അത് അവന്റെ ഗുണത്തിന് തന്നെയാണ്. ഖുർആൻ സ്വീകരിക്കുന്നത് സ്വന്തം ഗുണത്തിനാണ്. വമൻ ളല്ല ഫഇന്നമാ യദുല്ലു അലൈഹാ. ആരെങ്കിലും പഴച്ചു പോയാലോ അവർ വഴിപഴച്ചു പോകുന്നതിന്റെ ദോഷവും അവനവന് തന്നെയാണ്. എന്നിട്ട് പറയാ വമാ അൻത അലൈഹിം ബിവകീൽ, നീ അവരുടെ മേൽ കൈകാര്യകർത്താവൊന്നുമല്ല. അതായത് ഫഇന്നമാ അലൈക്കൽ ബലാഗ് വഅലൈനൽ ഹിസാബ് എന്നാണ് അതിന്റെ തഫ്സീർ. അല്ലാഹു പറഞ്ഞുതരാൻ സൂറത്ത് റഅദിലെ 40-ാമത്തെ ആയത്തിൽ എന്താണ്? ഫഇന്നമാ അലൈക്കൽ ബലാഗ്. നബിയേ, താങ്കളുടെ മേലുള്ള ബാധ്യത അത് ബലാഗ്, പ്രബോധനം, എത്തിച്ചു കൊടുക്കൽ മാത്രമാണ്. വഅലൈനൽ ഹിസാബ്, നമ്മുടെ മേൽ അഥവാ അല്ലാഹുവിന്റെ മേലുള്ള ബാധ്യത എന്താ? ഹിസാബാണ്, കണക്കെടുപ്പാണ്, വിചാരണയാണ്. നബിമാരെ പറഞ്ഞയച്ചു, നബിമാർ മുഖേന വേദഗ്രന്ഥങ്ങൾ നൽകി, അവസാനം മുഹമ്മദ് നബിയെ തെരഞ്ഞെടുത്തു. ആ നബി മുഖേന ജിന്ന് വർഗത്തിനും ഇൻസ് വർഗത്തിനും സർവ്വ ജീവജാലങ്ങൾക്കും, അല്ലെങ്കിൽ ഈ രണ്ട് സഖലൈൻ ജിന്ന് മനുഷ്യവർഗങ്ങൾക്കുള്ള ഗ്രന്ഥം അല്ലാഹു നൽകി. ഇനി ആ ഗ്രന്ഥം അനുസരിച്ച് ജീവിക്കേണ്ടവർ അവരങ്ങനെ ജീവിച്ചാൽ അതവന്റെ ഖൈറാണ്. നേരെ മറിച്ച് അതിൽ നിന്ന് മാറുകയും തെറ്റുകയും വഴിപടക്കുകയും ചെയ്താൽ അവന്റെ ദോഷവും അവനവർ തന്നെയാണ്. വഅലൈനൽ ഹിസാബ്, അവന്റെ കണക്കെടുപ്പ് ഞാൻ നടത്തുന്നു, അവന്റെ ഹിസാബ് അതെന്റെ മേലാണ്. താങ്കൾക്കൊരൊറ്റ ബാധ്യതയില്ല. ശരിക്ക് ഈ ആയത്ത് വല്ലാത്തൊരു സമാശ്വാസമാണ് നൽകണം. അള്ളാന്റെ ദീന് ഒരാൾ പറഞ്ഞു കൊടുക്കും. അള്ളാന്റെ ദീനിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ അയാളത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു മനോവേദന. ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കണം തരുമോ? അങ്ങനെ ഒരു വേദന വേണ്ടതാണ്. എത്തിക്കൽ മാത്രമേ ബാധ്യതയുള്ളൂ. ഓന്റെ ഹിസാബ് നിന്റെ മേൽ ബാധ്യതാക്കിയിട്ടില്ല എന്നാണ്. സ്വീകരിച്ച ഓന് നല്ലത്, ഓ തള്ളിയാലോ ഓന്റെ ദോഷം. ആ കണക്കെടുപ്പ്, വിചാരണ അത് അള്ളാന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. നബിനോട് പറഞ്ഞ അഷ്റഫുൽ ഖൽഖിനോടാണ് അല്ലാഹു തആല പറഞ്ഞത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, സ്വന്തം
ഹുദ സ്വീകരിച്ച് സന്മാർഗം സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ അതിന്റെ ഖൈറ് നമുക്ക് തന്നെയാണ്. ആയത്ത് കേട്ടു, ഹദീത്ത് കേട്ടു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളൊക്കെ മനസ്സിലായി, എന്നിട്ട് അതനുസരിച്ച് ജീവിച്ചാൽ അതിന്റെ ഖൈറ് രണ്ട് ലോകത്ത് അവന് തന്നെയാണ്. എന്നാൽ കേട്ടതൊക്കെ സമിഅന വഅസൈന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അതിനെ ധിക്കരിച്ചു എന്ന യഹൂദന്മാരുടെ സ്വഭാവമാണെങ്കിലോ അതിന്റെ ദോഷവും അവനവന് തന്നെയാണെന്ന്. പ്രിയമുള്ളവരെ, ഇനി ഈ ആയത്തിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം തരങ്ങള് വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാന. വല്ലാഹു അക്ബർ. പാപത്തിന്റെ ഭാരം പേറുന്ന ഒരാളും തന്നെ മറ്റൊരാളുടെ പാപഭാരം പേറൂല. നിലവിൽ സ്വന്തം കുറ്റം വഹിക്കേണ്ടുന്ന ഒരാൾ, അയാൾ ഒരിക്കലും മറ്റൊരാളുടെ കുറ്റം ഏറ്റെടുക്കേണ്ടി വരൂല. എങ്ങനെയത്? ഒരാളുടെ കുറ്റം മറ്റൊരാൾ വഹിക്കൂല. അതായത് ഒരാളുടെ പാപഭാരം ആഖിറത്തിൽ പരലോകത്ത് മറ്റൊരാൾക്ക് ഏറ്റെടുക്കാനാകില്ല. ബാപ്പയുടേതും ഉമ്മയുടേതും മക്കൾ ഏറ്റെടുക്കൂല, മക്കളുടേത് മാതാപിതാക്കൾ ഏറ്റെടുക്കൂല, ഭാര്യയുടേത് ഭർത്താവിന്റേത് ഭാര്യ ഏറ്റെടുക്കൂല, കൂടപ്പറപ്പുകളുടെ ഏറ്റെടുക്കൂല, സുഹൃത്തുക്കളുടെ ഏറ്റെടുക്കൂല. അവനവന്റേത് അവനവന്. അതായത് ഒരാളുടെ കുറ്റം മറ്റൊരാൾ വഹിക്കൂല, വഹിക്കേണ്ടി വരികയും ഇല്ല എന്നാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണ വാക്ക്. ഒരിക്കലും വഹിക്കേണ്ടി വരിക. അവനവന്റെ കുറ്റത്തിന് അവനവൻ മാത്രമാണ് ഉത്തരവാദിത. സൂറത്ത് സുമറിലെ 7-ാമത്തെ ആയത്ത് ഈ ആയത്തിന് തഫ്സീറാണ്. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. പാപഭാരം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ ഭാരം വഹിക്കൂല. പ്രിയമുള്ളവരെ, ഒരാൾ യത്നിച്ചതിന്റെ ഒരാൾ അധ്വാനിച്ചതിന്റെ പ്രതിഫലം അയാൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ ആയത്ത് എത്ര സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞത് നിങ്ങള്? വിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം അതിന്റെ 38 മുതൽ 41 വരെയുള്ള ആയത്ത് വളരെ പ്രസക്തമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും പര്യാപ്തമായതാണ്. എന്താ റബ്ബ് പറഞ്ഞറിയോ? അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വഅന്ന സഅയഹു സൗഫ യുറാ ثم يجزاه الجزاء الأوفى. പാപഭാരം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കൂല. മനുഷ്യന് താൻ പ്രയത്നിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. എന്നിട്ടോ അവന്റെ പ്രയത്നഫലം, അധ്വാനത്തിന്റെ റിസൾട്ട് വഴിയെ അവന് കാണിച്ചു കൊടുക്കപ്പെടുന്ന. ഇവിടെ ആഖിറത്തിൽ ഈ ദുനിയാവിൽ മനുഷ്യർ ചെയ്തുപോയ അധ്വാനങ്ങൾ മുഴുവനും മനുഷ്യരുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. അത് പ്രദർശിപ്പിക്കാൻ സാക്ഷികളായി അല്ലാഹു തആല സംവിധാനിച്ചത് ഒന്നാമത് അല്ലാഹുവിനെയാണ്, രണ്ടാമത് മലക്കുകളെയാണ്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അള്ളാഹു സംവിധാനിച്ച രീതിയാണ്. മൂന്നാമത്തത് ഈ പ്രപഞ്ചത്തിലെ ഓരോ സംഭവങ്ങളെയും, നാം ജീവിക്കുന്ന ഈ ഭൂമിയിലെ ഓരോ സംഭവ വികാസങ്ങൾ ഈ പ്രകൃതിയാണ്. നാലാമത്തത് അവനവന്റെ അവയവങ്ങളെയാണ്. ഏതു നിലക്കും നീതി പുലരുന്ന ഒരു ലോകത്ത് മനുഷ്യരുടെ പ്രവർത്തനം അവന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന. എന്താണോ പ്രവർത്തിച്ചത് അതിനവന് പ്രതിഫലം നൽകപ്പെടുന്ന. പിന്നീട് അല്ലാഹു പറയാൻ പിന്നീട് അവന് അതിന് ഏറ്റവും പൂർണ്ണമായ പ്രതിഫലം നൽകുന്ന. പ്രിയമുള്ളവരെ, ഈ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്താ വെച്ചാല് അവനവന്റെ പാപഭാരം അവനവൻ തന്നെ വഹിക്കേണ്ടി വരും. ഞാൻ തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ മാത്രമാണ്. നമ്മൾ സാധാരണ പറയില്ല ഒരു കൈസഹായം ഇല്ല. ആഖിറത്തിൽ ഒരു കൈസഹായത്തിന് ഒരാളെയും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. മക്കളെ പേരിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കണവരുണ്ടാവും. മക്കളെ പേര് പറഞ്ഞിട്ടൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ഇണകളുടെ താല്പര്യത്തെ പറ്റി പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എന്താ ചെയ്യാ? കുട്ടിയാക്കും പെണ്ണുങ്ങൾക്കും അതാ താല്പര്യം, നമ്മളെന്താ ചെയ്യാ എന്ന് ചോദിച്ചിട്ട് പച്ച ഹറാമുകളെ ന്യായീകരിക്കുന്നവരും വെള്ളപൂശുന്നവരുമുണ്ട്. വീട്ടിനകത്തൊരു കല്യാണം നടന്നു, കുടുംബത്തിനകത്ത് കുറച്ച് വിരുന്നേര് വന്നു, വീടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, അവിടെയൊക്കെ അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്തത് പ്രവർത്തിക്കുകയും എന്നിട്ട് ആ തൃപ്തിയില്ലാത്തത് പ്രവർത്തിച്ചത് ഭാര്യമാരുടെയും മക്കളുടെയും തലമണ്ടയ്ക്ക് കെട്ടിവെക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇസ്സത്തില്ലാത്ത, നട്ടലില്ലാത്ത, ദീനീബോധമില്ലാത്ത ചില പിതാക്കന്മാരുടെ ഭർത്താക്കന്മാരുടെ ഒരു തലതിരിഞ്ഞ സ്വഭാവമാണ്. നഊദുബില്ല, പറ്റില്ല, നടക്കില്ല. ഒരു ഉദാഹരണം പറഞ്ഞാല്
കല്യാണം എന്നത് നമ്മുടെ നാട്ടിൻപുറത്ത് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവനാന്റെ പെൺകുട്ടികളുടെ കല്യാണത്തിന്, ആൺമക്കളുടെ കല്യാണത്തിന് ഇസ്ലാം തീർത്തും പാടില്ല എന്ന് പറഞ്ഞ ചില ഉദുറുകൾ, മസ്ലഹത്തുകൾ, ദഅവാ രംഗത്ത് മാത്രം ചില മസ്ലഹത്തുകൾ ഉണ്ട് എന്നൊക്കെ പറയാ എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഒരിക്കലും പാടില്ലാത്ത വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, മിക്സിംഗ്, ഇഖ്തിലാത്ത്, എല്ലാ നിലക്കും അനിസ്ലാമികതകൾ കൊണ്ടുവരികയും എന്നിട്ട് അതിന് നാടിന്റെയും കുടുംബത്തിന്റെയും സാഹചര്യത്തിന്റെയും ഞങ്ങളുടെ മക്കളുടെയും വീട്ടിലുള്ള ചില കുട്ടികളൊക്കെ താല്പര്യം അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതിന് വെള്ളപൂശുകയും ചെയ്താൽ ഇപ്പറഞ്ഞ ആളുകൾ നാളെ പരലോകത്ത് സഹായത്തിന് ഉണ്ടാകൂല. ഒരു കൈ സഹായത്തിന് പ്രതീക്ഷിക്കണ്ട. കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ വന്നു. ഇവിടെ നാലിച്ചൊക്കെ എന്തീ പറയണത്? അല്ലാഹു തആല പറഞ്ഞ വാക്കെന്തറിയോ? ولا تزر وازرة وزر أخرى وإن تدع مثقلة إلى حملها لا يحمل منه شيء ولو كان ذا قربى. പാപഭാരം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ പാപത്തിന്റെ ഭാരം വഹിക്കൂല. ഇത് അള്ളാന്റെ കിതാബിൽ പേർത്തും പിന്നെയും പല ആയത്തുകൾ അല്ലാഹു തആല ഇങ്ങനെ പറയാണ്. എന്നിട്ട് അള്ളാഹ് ചോദിക്കാണ്, ഭാരം കൊണ്ട് ഞെരുങ്ങുന്ന ഒരാൾ തന്റെ ചുമട് താങ്ങുവാൻ ആരെങ്കിലും വിളിക്കുന്ന പക്ഷം അതിൽ നിന്ന് ഒട്ടും തന്നെ ഏറ്റെടുക്കപ്പെടുകയുമില്ല. ഏതാണ് പ്രിയമുള്ളവരെ ചുമക്കുന്ന ഭാരം എന്നറിയോ? വഹും യഹ്മിലൂന ഔസാറഹും അലാ ളുഹൂരിഹിം അലാ സാഅ മാ യസിറൂൻ. അവർ അവരുടെ പാപത്തിന്റെ ഭാരങ്ങൾ അവരുടെ മുതുകകളിൽ പേറുന്നുണ്ടായിരിക്കും. അവർ പേറുന്ന പാപത്തിന്റെ ഭാരം എത്ര ചീത്തയാണ്. ഒരിക്കലും ബാപ്പാന്റെ പാപം പേറാൻ ഇല്ല പ്രിയമുള്ളൊരു മക്കള് വരൂല. അതുകൊണ്ട് മക്കളെ പേര് പറഞ്ഞിട്ട് ആ വൃത്തികേട് വലിച്ചിറക്കി കൊടുക്കണ്ട. ഇല്ല, നടക്കൂല. നോക്കൂ, നിങ്ങള് ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ഇമാം ബഗവി അദ്ദേഹത്തിന്റെ തഫ്സീർ ഉദ്ധരിക്കാൻ, യൽഖൽ അബു വൽ ഉമ്മു ഇബ്നഹു ഫയഖൂൽ, യൽഖൽ അബു വൽ ഉമ്മു ഇബ്നഹു ഫയഖൂൽ, മാതാപിതാക്കൾ തന്റെ മകനെ പരലോകത്ത് കണ്ടുമുട്ടും. എന്നിട്ട് അവര് പറയും, യാ ബുനയ്യ യഹ്മിൽ അന്നി ബഅദ ദുനൂബി, യഹ്മിൽ അന്നി ബഅദ ദുനൂബി, എന്റെ മകനെ എന്റെ പാപത്തിൽ നിന്ന് ചിലത് നീ ചുമന്നാലും നീ ചുമക്കുമോനെ. ഫയഖൂൽ, അപ്പോൾ ആ മകൻ പറയും, ദുനിയാവിൽ ഹറാം ചെയ്തു കൊടുത്തത് അവന് വേണ്ടിയാണ്, ദുനിയാവിൽ വൃത്തികേട് കാണിച്ചു നൽകിയത് അവന് വേണ്ടിയാണ്, ദുനിയാവിൽ വൃത്തികെട്ട സമ്പത്ത് ചെലവഴിക്കിയത് അവന് വേണ്ടിയാണ്, പലിശപ്പണം കൊണ്ട് പഠിപ്പിച്ചതാണ് അവനെ. ഫയഖൂൽ, ആ ഹറാമിൽ വളർന്ന മകൻ പറയും, ലാ അസ്തതിഉ ഹസ്ബി മാ അലയ്യ, എനിക്കതിന് കഴിയൂല വാപ്പ, എനിക്ക് എന്റെ മേലുള്ളത് തന്നെ മതി, എനിക്ക് എന്റെ ഭാരം മതി, നിങ്ങളുടെ വൃത്തികേട് ചുമക്കാൻ എനിക്കാവൂല വാപ്പ എന്ന് പറയുമെന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ബഗവി രേഖപ്പെടുത്താൻ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നൽകുന്ന വിശദീകരണം. അവിടെ ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മൾ ഇന്ന് എന്തൊക്കെ ന്യായീകരിക്കുന്ന മക്കളെ പേരിലും ഭാര്യന്റെ പേരിലും ഭർത്താവിന്റെ പേരിലും ഇല്ല പ്രിയമുള്ളവര്, ഒരാളും നാളെ പരലോകത്ത് വരില്ല. നന്നായി ചിന്തിക്കുക, ഈ സമയത്ത് ആലോചിക്കുക. വേണോ മക്കൾക്ക് നൽകണത് ഹലാലും തൊയ്യവും മാത്രാക്ക, ഹറാമ് മക്കൾക്ക് നൽകാതിരിക്കുക. ദുനിയാവൊന്നും കൊടുക്കും, ആഹ്റൊന്നും കൊടുക്കും. നമ്മളാകെ പ്രതീക്ഷ എന്താ? ഒരമ്മക്ക് ഉണ്ടാവുന്നല്ലേ? ഉണ്ടാവില്ല. ദുനിയാവിലുണ്ടാവില്ല, ആഖിറത്തിലുണ്ടാവില്ല. നോക്കൂ, നിങ്ങൾ കുറ്റഭാരം താങ്ങാൻ വയ്യാത്തവർ തങ്ങളുടെ ഭാരത്തിൽ നിന്നുള്ള പങ്ക് വഹിക്കാൻ തങ്ങളുടെ ഏറ്റവും ഉറ്റ ബന്ധുവിനോട് ചോദിച്ചാൽ പോലും ആ അപേക്ഷ സ്വീകരിക്കാൻ ആളെ കിട്ടൂല. ഇനി ഒരാൾ വിചാരിച്ചാൽ തന്നെ നടക്കൂലെന്ന്. കാരണം എന്താ അറിയങ്ങള്? എന്തുകൊണ്ടാണ് ബാപ്പാന്റെ ഭാരം മക്കൾ ചുമക്കാത്തറിയങ്ങള്? എന്തുകൊണ്ടാണ് മക്കളെ ഭാരം ബാപ്പ ചുമക്കാത്തറിയങ്ങള്? അല്ലാഹു പറയാണ്, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നീ. മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ടിട്ട് ഓടിപ്പോകുന്ന ദിവസം, കൂടപ്പറപ്പിനെ വിട്ടിട്ട്
ഓടിപ്പോകുന്ന. ഇന്നിപ്പോ അള്ളാന്റെ ദീന് പഠിക്കാൻ നേരമില്ലാത്തതും അള്ളാന്റെ പള്ളിക്ക് വരാൻ നേരം വൈകിയത് എന്തേ ചോദിച്ചാൽ എന്റെ അനുജണ്ടായിരുന്നു വരാ, ഓനെ കാത്തുന്നാ പറയാ. നാളെ ഓനെ കാണുമ്പോ ഓടിപ്പോന്നു. ഉമ്മയെ കാണുമ്പോ ബാപ്പനെ കാണുമ്പോ മക്കൾ ഓടിപ്പോണ ഒരു കാലാണ്. അതുകൊണ്ടാണ് ആളെ കിട്ടാത്തത്. ആളെ കിട്ടൂല, ഉമ്മയും ബാപ്പയും ഓടിപ്പോകും. തന്റെ ഇണ, ജീവിതത്തിലെല്ലാം ചുമന്നവളാണ് അവൾ, അവൾ ഓടിപ്പോകുന്ന, അവന് ഓടിപ്പോകുന്നതാണ്. വബനി, മക്കൾ ഓടിപ്പോകുന്ന. എന്തുകൊണ്ട് നിങ്ങള് അന്ന് അവരിൽപ്പെട്ട ഓരോ മനുഷ്യനും, ബാപ്പാക്കും ഉമ്മാക്കും ഭാര്യക്കും ഭർത്താവിനും ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ അവർക്ക് മതിയാകുന്നത്ര വിഷയമുണ്ടായിരിക്കുന്നതാണ്. അവനവന്റെ കാര്യം തന്നെ അവതാളത്തിലാകുന്ന ലോകം. അതുകൊണ്ടല്ലേ നബിമാര് പോലും പറഞ്ഞൊരു വാക്ക്, നമ്മൾ ഇന്ന് ചെറിയ കുട്ടിയായിരിക്കെ നമ്മൾ കേട്ട വാക്കാണത്, നഫ്സി നഫ്സി നഫ്സിയാന്ന്. ആര് പറയും? നബിമാര് പോലും പറയുന്നത്. പിന്നെ നമ്മൾ ആരെ കണ്ടിട്ടാ പറയുള്ളവരെ ഈ തിന്മ മുഴുവൻ പ്രവർത്തിക്കണം? ആർക്ക് വേണ്ടിയിട്ട്? എന്തിനാ തിന്മയിൽ നമ്മൾ വീടുണ്ടാക്കണം? എന്തിനാ തിന്മയിൽ വാഹനം വാങ്ങണം? എന്തിനാ തിന്മ കൊണ്ട് മോളെ കെട്ടിക്കുന്നത്? എന്തിനാ തിന്മ കൊണ്ട് ബിസിനസ്? ആർക്ക് വേണ്ടി? ഞാൻ ചോദിക്കണം, ആർക്ക് വേണ്ടി നാം പ്രവർത്തിക്കണം? നമ്മൾ പറയും മക്കൾക്ക് വേണ്ടിയാണ്. ഈ മക്കള് നാളെ ഉപകരിക്കൂല എന്നല്ല പറയണം. പിന്നെ ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? ഗൗരവത്തിലാലോചിക്കേണ്ട വിഷയമാണ്. അള്ളാഹ് പറഞ്ഞ ഒരു വാക്കെന്താ വെച്ചാൽ കുല്ലും ബിമാ കസബ റഹീന. ഏതൊരു മനുഷ്യനും താൻ സമ്പാദിച്ചു വെച്ചതിന്, സ്വന്തം കർമ്മങ്ങൾക്ക് പണയം വെക്കപ്പെട്ടവനാകുന്നതാണ്. റഹീന, മർഹൂൻ, പണയം വെക്കപ്പെട്ട വസ്തു. അവനവന്റെ അമല് പണയം വെച്ചു. എന്തിന്? ഒന്നില്ലെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം. രണ്ടിലൊന്നിന് പണയം വെക്കപ്പെട്ടവരാണ് പ്രിയമുള്ളവർ നമ്മളൊക്കെ. എന്റെ കർമ്മം ഒന്നില്ലെങ്കിൽ സ്വർഗത്തിന് പണയം വെച്ചു, അല്ലെങ്കിൽ നരകത്തിന് പണയം വെച്ചു. പണയം വെക്കുക എന്ന് പറഞ്ഞാല് മുസ്ലിം സമൂഹത്തിലെ 99.9% ആളുകൾക്കും പരിചയമുള്ള പദമാണ്. സ്വർണം പണയം വെച്ചു, വീടിന്റെ ആധാരം പണയം വെച്ചു. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഇതെന്തിനു പണയം വെച്ചെന്നറിയോ? ഇങ്ങനെ ഓരോ തിന്മ ചെയ്യുമ്പോഴും ഞാനും നിങ്ങളും നമ്മെ കൊണ്ടുപോയി പണയം വെക്കുന്നത് ഒന്നില്ലെങ്കിൽ നരകത്തിന്, അല്ലെങ്കിൽ സ്വർഗത്തിന്. ഞാനും നിങ്ങളും നമ്മെ പണയം വെക്കേണ്ടത് എന്തിനാണ് പറയുള്ളത്? നരകത്തിനാണോ അതല്ല സ്വർഗത്തിനാണോ? ആലോചിക്കേണ്ട വിഷയം. ഇനി ഒരാള് അറ്റ്ലീസ്റ്റ് നമ്മൾ സാധാരണ ഇനി ഒരാൾ മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കാൻ സമ്മതിച്ചു എന്ന് സങ്കല്പിച്ചു നേരിക്കാം. സങ്കല്പം മാത്രം, എന്നാ പോലും നടക്കൂല എന്നാണ്. അത് നടപ്പില്ല. കാരണം ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുണത്തിനും ദോഷത്തിനും ഉത്തരവാദി അവൻ തന്നെയാണ് എന്നതാണ് അല്ലാഹുവിങ്കലുള്ള നീതി. അല്ലാഹ് പറഞ്ഞ വാക്കല്ലേ, ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. നമുക്ക് എല്ലാവർക്കും ഹിഫ്ളുള്ളൊരു വാക്കാണ്. ഓരോരുത്തർ പ്രവർത്തിച്ചതിന്റെ സൽഫലം അവരവർക്ക് തന്നെ, ഓരോരുത്തർ പ്രവർത്തിച്ചതിന്റെ ദുഷ്ഫലവും അവരവരുടെ മേൽ തന്നെ എന്ന് സൂറത്തു അൽ ബഖറ 286 ആയത്തിലൊരു വാക്കാണ്. എത്രത്തോളം അല്ലാഹു പറയാണ്, ഖുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ വഹുവ റബ്ബു കുല്ലി ഷൈ. പറയുക, റബ്ബായിട്ട് അല്ലാഹു അല്ലാത്തവരെ ഞാൻ തേടുകയും അവനാകട്ടെ മുഴുവൻ വസ്തുക്കളുടെ റബ്ബാണ്. വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറാ ثم إلى ربكم مرجعكم فينبئكم بما كنتم فيه تختلفون. അല്ലാഹു പറഞ്ഞിരാണ്, ഏതൊരാളും ചെയ്തു വെച്ചതിന്റെ ഉത്തരവാദിത്തം അയാൾക്ക് മാത്രമായിരിക്കും. ഭാരം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ ഭാരം വഹിക്കൂല. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, ഒരു നിരപരാധിയും മറ്റൊരാളുടെ തിന്മ ഏറ്റെടുക്കേണ്ടി വരില്ല. നമ്മുടെ നാട്ടിൻപുറത്ത് നിരപരാധികളുടെ തലമണ്ടക്ക് മറ്റുള്ളവന്റെ തിന്മ കെട്ടിവെച്ചിട്ട് കാലങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരുന്ന ദുരവസ്ഥ കാണുന്നവരാണ്. വിചാരണ തടവുകാരായി വർഷങ്ങളോളം. ഇനി ഒന്നുമില്ലേ, എന്തിനകത്ത് പോയതെന്ന് പോലും അറിയില്ല. കാരണം ആരുടെയോ തെറ്റ് പേറേണ്ടി വരണം. ഇല്ല, ഒരിക്കലും ആഖിറത്തിൽ പേറേണ്ടി വരില്ല. എന്നാണ് അവനവന്റേത് മാത്രം. പിന്നീട് നിങ്ങളുടെ റബ്ബിങ്കിലേക്കാണ് നിങ്ങളുടെ മടക്കം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയും, ഏതൊരു കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായത്തെ പുലർത്തിയിരുന്നോ, അഭിപ്രായ ഭിന്നത പുലർത്തിയിരുന്നോ, അതിനെപ്പറ്റി അപ്പോൾ അവൻ നിങ്ങളെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് അള്ളാന്റെ ഖണ്ഡിതമായ ഒരു നിയമമാണ്.
ഈ ആയത്തിലുള്ള ഇതിവൃത്തം തരങ്ങള് ആരാധ്യ വസ്തുക്കളുടെയോ ശുപാർശകന്മാരുടെയോ ഇടപെടലുകളൊന്നും അവിടെ നടക്കില്ലെന്ന് ചില ആൾക്കാര് വിചാരിച്ചെന്താ വെച്ചാല് നമ്മൾ തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അതുകൊണ്ട് തെറ്റ് ചെയ്യാത്ത മഹാന്മാരെന്ന് പറയുന്നവരുടെ ശഫാഅത്ത് കൊണ്ട് അവിടെ രക്ഷപ്പെടാം എന്ന് വിചാരിച്ചിട്ട് വീണ്ടും തെറ്റിലേക്ക് തന്നെ പോണവരുണ്ട്. നടക്കൂല. കാരണം ആരാന്റെ ഊരയുടെ മേൽ പോകാൻ പറ്റുന്നൊരു ലോകമല്ല സ്വർഗം, അത് വല്ലാത്തൊരു ലോകമാണ്. അവനവന്റെ കർമ്മങ്ങൾ വിചാരണക്ക് വെക്കപ്പെടുന്ന ഒരു ലോകമാണ്. അവിടെ നന്മയെങ്കിൽ നന്മ, തിന്മെങ്കിൽ തിന്മ, അതാതിന്റെ ആള് തന്നെ അതാതിന്റെ ഫലം തികച്ചും അനുഭവിച്ചുകൊണ്ട്. അപ്പൊ ഒരു വാക്കുകൂടി ഈ ആയത്തിന്റെ താഴത്തെ നമ്മൾ വരുമ്പോ കാണാം, സൂറത്ത് അങ്കബൂത്തിലെ 12-13 ആയത്തിൽ കാണാം. ചിലർ പറയും അതിന്റെ കുറ്റം ഞാൻ ഏറ്റുകൊള്ളാം, നിങ്ങൾ പ്രവർത്തിച്ചോളി എന്ന് പറയുന്ന ചില ആളുകളെ കാണാം, കേൾക്കാം. അത് വെറും ഒരു പാഴ്വാക്ക് മാത്രം. ഒരിക്കലും പറയുള്ളൊരു വഞ്ചിതരാകരുത്. ഈ ദുനിയാവിൽ എത്ര വലിയ ഹോജയാണെങ്കിലും, എത്ര വലിയ ഉസ്താദാണെങ്കിലും, എത്ര വലിയ മൗലവിയാണെങ്കിലും, എത്ര കാര്യപ്പെട്ടവനാണെങ്കിലും, ഇനി മാതാപിതാക്കളെന്നാകട്ടെ, നീ അങ്ങനെ ഒരു തെറ്റാണ് ചെയ്തിട്ട് നിനക്ക് കുറ്റം കൊണ്ട് ആ കുറ്റം ഞാനാണ് ഏറ്റെടുത്തോളാ എന്ന് പറയുന്ന ഒരുത്തന്റെ വാക്ക് നമ്മൾ വിശ്വസിച്ചു പോകരുത്. കാരണം ആരും ഏറ്റെടുക്കൂല, ഏറ്റെടുക്കാൻ കഴിയൂല. അത് തൽക്കാല കാര്യം നടക്കാൻ വേണ്ടിയുള്ള ഒരു അടവ് മാത്രമാണ്. അബദ്ധം പ്രവർത്തിച്ചു. ചിലതൊക്കെ ചില മക്കള് സ്ത്രീധനം വാങ്ങാൻ വേണ്ടി മടി കാണിക്കും. അപ്പൊ ഉമ്മയും ബാപ്പി നിർബന്ധിക്കണത് അങ്ങനെയാണ്. പണ്ടൊക്കെ അങ്ങനെയൊന്നും, ഇപ്പൊ കുറച്ച് മാറ്റം വന്നിട്ട് അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ഒരു തിന്മക്ക് വേണ്ടി പ്രചോദിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു കള്ളസാക്ഷ്യത്തിന് വേണ്ടി ഒപ്പിട്ട് കൊടുക്കുക. കള്ളസാക്ഷ്യം സൂർ വൻപാപത്ത് പെട്ടത്, നീയാടെ ഒപ്പിട്ട് ആരും ഒന്നും അറിയൊന്നുമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അത് ഞാനത് ഏറ്റെടുത്തോളാം. ഇല്ലവരും ഒരിക്കലും ഒപ്പിട്ട് കൊടുക്കരുത്. കാരണം ഏറ്റെടുക്കൂല, നിങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. ഒരു നിലക്കും ഏറ്റെടുക്കൂല. ആരും ഏറ്റെടുക്കൂല. അള്ളാഹ് പറഞ്ഞതറിയോ, ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനു ഇത്തബിഉ സബീലനാ വൽനഹ്മിൽ ഖതായാകും വമാ ഹും ബിഹാമിലീന മിൻ ഖതായാഹും മിൻ ഷൈ ഇന്നഹും ലകാദിബൂൻ. നിങ്ങൾ ഞങ്ങളുടെ മാർഗം പിന്തുടരൂ എന്ന് മുഅ്മിനീങ്ങളോട് കാഫിറുകൾ പറയും. നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ വഹിച്ചുകൊള്ളാം എന്ന് സത്യനിഷേധികൾ മുഅ്മിനീങ്ങളോട് പറഞ്ഞു. എന്നാൽ അവരുടെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് യാതൊന്നും തന്നെ ഇവർ വഹിക്കുന്നതല്ല. ഇന്നഹും ലകാദിബൂൻ, തീർച്ചയായും ഇവർ കള്ളം പറയുന്നവരാകുന്നു. വലയഹ്മിലുന്ന അസ്ഖാലഹും വഅസ്ഖാലം മഅ അസ്ഖാലിഹിം. എന്നിട്ട് അല്ലാഹ് പറയാണ്, തീർച്ചയായിട്ടും തങ്ങളുടെ പാപഭാരവും സ്വന്തം പാപഭാരങ്ങളോടൊപ്പം വേറെയും പാപഭാരങ്ങളും അവർ വഹിക്കേണ്ടി വരും. ഇവിടെ നമ്മളൊരു പോയിന്റ് പഠിക്കണം. സ്വന്തം തിന്മയും വഹിക്കേണ്ടി വരും, സ്വന്തം തിന്മയോടൊപ്പം മറ്റുള്ളവരുടെ തിന്മയും വഹിക്കേണ്ടി വരുന്ന അതൊരു വല്ലാത്ത വാക്കാണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞതിനെതിരാണോ? അല്ല. ഇവിടെ എന്തറിയോ, തങ്ങളുടെ ഭാരങ്ങളും സ്വന്തം പാപഭാരങ്ങളോടൊപ്പം വേറെയും പാപഭാരങ്ങളും അവർ വഹിക്കേണ്ടി വരും എന്ന പ്രയോഗം വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയമാണ്. അതായത് സ്വയം ദുർമാർഗത്തിൽ പതിക്കുകയും മറ്റുള്ളവരെ കൂടി വഴിപഴപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇവർ കൂടുതൽ കുറ്റഭാരം വഹിക്കേണ്ടി വരുമെന്നതാണ്. ഞാൻ പഴച്ചു, മറ്റുള്ളവനെ പഴപ്പിക്കും, പഴക്കുകയും ചെയ്ത് പഴപ്പിക്കുകയും ചെയ്തു. രണ്ടാളുടെ കുറ്റം ഏറ്റെടുക്കേണ്ടി വരും. ഓന്റെ കുറ്റം ഏറ്റെടുക്കണം, മറ്റോന്റെ കുറ്റം ഏറ്റെടുക്കണം. അത് വാപ്പയാലും ശരി, ഉമ്മയാലും ശരി, ആലും ശരി, അവിടെ ഈ വിഷയം വരും. നേരെ മറിച്ച് മകന്റെ കുറ്റത്തിന് ഉമ്മ ഉത്തരവാദിയല്ല, ഉമ്മാന്റെ കുറ്റത്തിന് മകൻ ഉത്തരവാദിയല്ല. എന്നാൽ മകൻ കുറ്റം ചെയ്യാൻ കാരണക്കാരി ഉമ്മയാണെങ്കിൽ ആ കുറ്റം കൂടി ആരേറ്റെടുക്കേണ്ടി വരും? ഉമ്മ ഏറ്റെടുക്കേണ്ടി വരും. അത് വേറെ തന്നെ പഠിക്കേണ്ട വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞത് വൈരുദ്ധ്യമല്ല, രണ്ടും രണ്ട് കാര്യമാണെന്നർത്ഥം. നോക്കൂ നിങ്ങൾ, കാരണം എന്താ വെച്ചാല് മറ്റുള്ളവരെ വഴിപഴപ്പിക്കാൻ പരിശ്രമം നടത്തിയതിന്റെ പേരിലും ദുർമാർഗത്തിന് വേണ്ടി പണിയെടുത്തതിന്റെ പേരിലും അതിനായി കള്ളം കെട്ടിച്ചമച്ചതിന്റെ പേരിലും, ഈ പറഞ്ഞ വാക്ക് നേരത്തെ നമ്മൾ ഓതിയ ആയത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ മുശ്രിക്കുകൾ ചെയ്യുന്ന പണി ഇത്രയും പണിയാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മളൊരാൾ ചെയ്താലും അതേ പ്രശ്നം തന്നെയാണ്. ഇത് മനസ്സിലാക്കി ഞങ്ങൾക്കൊരു ഹദീത്ത് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദഅ ഇലാ ഹുദൻ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅൻ. നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും സന്മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചാൽ, നന്മയിലേക്ക് ക്ഷണിച്ചാൽ അതിനെ പിന്തുടരുന്നവരുടെ പ്രതിഫലം അവനുമുണ്ടാകും. അവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറയാതെ തന്നെ. അപ്പൊ നോക്കി നിങ്ങൾ, ഒരാൾക്ക് രണ്ടാളുടെ കൂലിട്ട. ശരിക്കും ലോകത്ത് ഏറ്റവും അധികം കൂലി കിട്ടാർക്കെന്നറിയോ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ആളുകളാണ് നബിയെ ഫോളോ ചെയ്യണത്, അത്ര ആളുകളുടെ പ്രതിഫലവും നബിയിലേക്ക് എത്തുന്ന. അവരുടെ പ്രതിഫലത്തൊന്നും കുറയില്ല. നബിമാർക്കൊക്കെ കിട്ടണ വലിയൊരു മെച്ചതാണ്.
ഒരു വാപ്പയും ഉമ്മയും മക്കളെ ദീനിൽ വളർത്തുകയാണെങ്കിൽ ആ വളർത്തുന്ന കാലഘട്ടം അത്രയും ആ മക്കൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പ്രതിഫലം അവർക്ക് കിട്ടുന്ന പോലെ തന്നെ ആർക്ക് കിട്ടും? മാതാപിതാക്കൾ കിട്ടും. അവരുടെ ഖബറിലേക്ക് ഉണ്ടാവും, അവരുടെ ആഖിറത്തിലേക്ക് ഉണ്ടാവും, നന്മയാണെങ്കിൽ. ഇനി അടുത്തതോ, ആരെങ്കിലും ദുർമാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ കാന അലൈഹി മിനൽ ഇസ്മി മിസ്ല ആസാമി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ഷൈആ. അതിനെ പിന്തുടർന്നവരുടെ പാപം അവരുമുണ്ടാകും, അവരുടെ പാപത്തിൽ നിന്നൊട്ടും കുറയാതെ തന്നെ. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 2674 നമ്പർ ഹദീസ്. ഒരാള് നമ്മളെ ക്ഷണിച്ച് തിന്മയിലേക്കാണെങ്കിൽ ആ തിന്മയിലേക്ക് നമ്മൾ ചെന്നാൽ അയാൾക്ക് 2 ശിക്ഷ ഉണ്ടാക്കാം. ഒന്ന്, അയാൾ തിന്മ ചെയ്തു എന്നതിന്റെ പേരിലും, രണ്ടാമത്തത് എന്നെ തിന്മയിലേക്ക് വഴി നയിച്ചു എന്നതിന്റെ പേരിലും. നിങ്ങളൊന്ന് ആലോചിക്കേ, ഇത് ഒരുപാട് വാപ്പാരും ഉമ്മാരും ഇരിക്കുന്ന സദസ്സാണ്. ഞങ്ങളോട് തുറന്നു പറയട്ടെ, നമ്മുടെ മക്കൾ നമ്മൾ കാരണം നന്മയിലേക്കാണോ പോണത് തിന്മയിലേക്കാണോ പോണത് എന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കണം, ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹ് പറഞ്ഞൊരു വാക്കെന്തറിയോ? ലിയഹ്മിലൂ ഔസാറഹും കാമിലതൻ യൗമൽ ഖിയാമ വമിൻ ഔസാരില്ലദീൻ كاملة يوم القيامة ومن أوزار الذين يضلونهم بغير علم ألا ساء ما يزرون. തങ്ങളുടെ പാപഭാരങ്ങൾ മുഴുവനായിട്ടും യാതൊരു വിവരവുമില്ലാതെ തങ്ങൾ ആരെയെല്ലാം വഴിപഴപ്പിച്ചുകൊണ്ടിരിക്കുന്നുവോ അവരുടെ പാപങ്ങളിൽ ഒരു ഭാഗവും ഖിയാമത്തിന്റെ നാളിൽ അവർ വഹിക്കുന്നവരെത്രയെന്ന് ശ്രദ്ധിക്കുക. അവർ പേറുന്ന ഭാരം എത്ര മോശമാണെന്ന്. ഇതന്നെ അല്ലാഹു തആല വേറൊരു ഭാഗത്ത് പറഞ്ഞ് വലയഹ്മിലുന്ന അസ്ഖാലഹും വഅസ്ഖാലം മഅ അസ്ഖാലിഹിം. ഇവർ ഇവരുടെ ചുമടുകളും ഇവരുടെ ചുമടുകളോടൊപ്പം പാപങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ പാപങ്ങളും ചുമക്കേണ്ടി വരും. ആര്? തിന്മയിൽ മാതൃക കാണിച്ചവർ. ഞങ്ങൾക്ക് വേണ്ടി എളുപ്പൊരു വാക്ക് പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കാം. നമ്മളെ പുരയിൽ നമ്മളൊരു വൃത്തികേട് അവിടെ സെറ്റ് ചെയ്ത് വെച്ച് എളുപ്പം മനസ്സിലാക്കാൻ. കേബിളാകാം, ഡിഷാകാം, ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ സംവിധാനങ്ങളാകാം. അതായത് മക്കൾക്ക് വൃത്തികേട് കാണാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മൾ വെച്ചത് വേറെന്തെങ്കിലും പേരിലോ, ന്യൂസിന്റെ പേരിലോ സ്പോർട്സിന്റെ പേരിലോ ഒക്കെ ആയിരിക്കാം. പക്ഷെ അതിൽ നിന്ന് ഏതൊക്കെ കാലഘട്ടം നമ്മുടെ ഇണകളും മക്കളും വൃത്തികേട് കാണുന്നുണ്ടോ ആ വൃത്തികേട് കാണുന്നതിന്റെ മുഴുവനും ഒരു പങ്കാർക്കുണ്ടാവും, ഈ മാതാപിതാക്കൾക്കുണ്ടാവും. ശരിക്കും ആലോചിച്ചിട്ട് വെച്ചാൽ മതി. അതൊക്കെ ഇപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ ഒരു പരിഷ്കാരങ്ങളൊക്കെ ആവശ്യമില്ല വെച്ചാൽ പരിഷ്കാരമൊക്കെ പേരില് നരകം എന്തിന് നമ്മൾ വെറുതെ തിരഞ്ഞെടുക്കണം? പരിഷ്കാരം മനുഷ്യനെ നരകത്തേക്ക് നയിക്കാൻ പറ്റില്ലല്ലോ, പറ്റില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെ ഗൗരവത്തിൽ ആലോചിക്കുക. ഈ ആയത്തിൽ നമ്മോട് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ ഇത്തരം വൃത്തികേടുകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാനും നമ്മുടെ ഇണകളെയും മക്കളെയും അതിലേക്ക് കടന്നു പോകാതെ ഒരല്പം ബലം പിടിച്ചിട്ടാണെങ്കിലും പരിശ്രമിച്ചിട്ടാണെങ്കിലും നന്മയിൽ തന്നെ നിലനിർത്താനുമുള്ള ശ്രദ്ധയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ടത് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل وسلم على نبينا محمد اتقوا الله عباد الله اوصيكم واياي بتقوى الله. പ്രിയമുള്ളവരെ, ഈ ആയത്തിൽ പറഞ്ഞ മൂന്നാമത്തെ ഒരു കാര്യം വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅത റസൂലന. ഒരു റസൂലിനെ അയക്കുന്നത് വരേക്കും നാം ശിക്ഷിക്കുന്ന പതിവില്ല. 3 കാര്യമാണ് ഈ ആയത്തിൽ പ്രധാനമായി പറഞ്ഞത്. അതിൽ മൂന്നാമത്തെ കാര്യം റസൂലുമാരെ അയച്ച് മുർസലിങ്ങൾ അയച്ച് ഹുദയും ലലാലത്തും വിവരിച്ചു കൊടുക്കാതെ അള്ളാഹു ഒരാളെ ശിക്ഷിക്കൂല എന്നർത്ഥം. പക്ഷേ ഒരു സമുദായത്തിലും അള്ളാഹു തആല നബിമാരെ അയക്കാതിരുന്നിട്ടില്ല. അള്ളാഹു പറഞ്ഞെന്താ? വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ.
ഒരു താക്കീതുകാരൻ കഴിഞ്ഞു പോകാത്തൊരു സമുദായവുമില്ല. അതായത് എല്ലാ സമൂഹത്തിലേക്കും താക്കീതുകാർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പറയും ഒരു പക്ഷേ ആ സമൂഹത്തിലേക്ക് വന്നിട്ടുണ്ടോ, ആദിവാസി ഗോത്രത്തിലേക്ക് വന്നിട്ടുണ്ടോ, അല്ല ഇവിടേക്ക് വന്നിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ കേരളത്തിന്റെ ഒരു ബോർഡറിൽ ഒരുപാട് ആദിവാസികൾ, ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ട്. അവർക്ക് വിശുദ്ധ ഖുർആന്റെ തിരുസുന്നത്തിന്റെ സന്ദേശം എത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വിശ്വാസം ഉണ്ടാക്കുന്ന കുറെ ആളുകളെ കാണാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാർ എത്തി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തവർക്ക് അവർ നടത്തിയ അധ്യാപനങ്ങളെ പറ്റി മറ്റു ഉപദേഷ്ടാക്കൾ വഴിയോ വേദഗ്രന്ഥങ്ങൾ വഴിയോ അറിവുണ്ടായാലും മതി. ഒറ്റ വാക്ക് പറഞ്ഞാല് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മിമ്പർമെന്ന് കേട്ടിട്ടുണ്ടോ? പള്ളിയിലെ മിനാർന്ന് കേട്ടിട്ടുണ്ടോ? അത് മതി, ഹുജ്ജത്താണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അത് മദീനാണ്, അത് മദീന, അതാണ് ഹുജ്ജത്ത്, അത് മദീന. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കിപ്പോ എന്താ വെച്ചാൽ ആലോചന എന്നറിയോ? എന്ത് പറയുമ്പോൾ മനുഷ്യരാലോചിക്കാം, ഇവരൊക്കെ ഇപ്പൊ സ്വർഗത്തൊക്കെ നരകത്തൊക്കെ പോന്ന, ഇത് കിട്ടി ഞാൻ സ്വർഗത്തൊക്കെ നരകത്തൊക്കെയാണ് പോകേണ്ടത് എന്നുള്ള ആലോചിക്കട്ടെ, ടെൻഷൻ എടുക്കട്ടെ. മനുഷ്യന്മാർ അങ്ങനെയല്ല ആലോചിക്കുമ്പോ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ഇന്ന് നമുക്ക് കിതാബും തിരുസുന്നത്തും അത് സലഫ് സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി അങ്ങനെ അനുസരിച്ച് വിശദീകരിച്ചു തരാൻ അള്ളാഹു ഈ ദുനിയാവിൽ കിബാറുകളായ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എന്ത് സംശയം വന്നാലും ചോദിക്കാൻ ആളുണ്ട്. ദീൻ അറിയണ വലമാക്കൾ, വിശേഷ സൗദി അറേബ്യയിലടക്കം, അവരിൽ നിന്ന് ദീന് മനസ്സിലാക്കി പകർന്നു തരാൻ ആളുകൾ ഇഷ്ടം പോലുണ്ട്. നമുക്കിപ്പോ എന്താ വേണ്ടുന്നൊരു അത് കേൾക്കുകയും പഠിക്കുകയും അമലാക്കുകയും ചെയ്താൽ മതി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ എത്തിയെന്ന് വെച്ചാൽ എത്തി. ഇവിടെ പ്രിയമുള്ളവരെ, നരകത്തിന്റെ ആൾക്കാരായി തീരുന്ന ഒരു കൂട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലാഹു തആല. അവരെ നരകത്തിലേക്കിടും. ആ നരകത്തിലേക്ക് ഓരോ കൂട്ടം കൂട്ടമായി ആളുകൾ കയറും. വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, സുമറൻ സുമറ. ആ കൂട്ടം കൂട്ടമായി വരുമ്പോ നരകത്തിന്റെ കാവൽക്കാർ അവരോട് ചോദിക്കും, എന്തറിയോ? തകാദു തമയ്യസു മിനൽ ഗൈൽ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. കോപനിമിത്തം ആ നരകം പൊട്ടിപ്പിളർന്നു പോകുമാറാവുക. അതിൽ ഓരോ സംഘവും എറിയപ്പെടുമ്പോഴൊക്കെ നരകത്തിലേക്ക് നരകത്തിന്റെ അഹലുകാരങ്ങനെ കൊണ്ടുപോയി തള്ളുമ്പോ ആ നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടെന്നറിയോ? നരകത്തിന് വിധിക്കപ്പെട്ടവരോട് മുഴുവൻ അവർ ചോദിക്കുന്നറിയോ? നിങ്ങളുടെ അടുത്ത് താക്കീതുകാർ വന്നിട്ടില്ലേ? ഇങ്ങനൊരു നരകണ്ട് എന്ന് പറയാൻ ആള് വന്നിട്ടില്ലേ? അഥവാ മുർസലീങ്ങളും അമ്പിയാക്കളും അവര് മുഖാന്തരം കിതാബുകളും ഏടുകളും ഒക്കെ വന്നിട്ടില്ലേ? അള്ള പറഞ്ഞ വാക്കെന്തരങ്ങള് വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു താക്കീതുകാരൻ കഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരു സമുദായമില്ല. അവര് പറയുന്ന ആര്? നരകത്തിലേക്കെന്ന് പറയുന്നവരൊക്കെ പറയും ഖാലൂ ബല, അതേ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഖദ് ജാഅനാ നദീറുൻ, ഞങ്ങളുടെ അടുത്തേക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടുണ്ട്. ഫകദ്ദബ്നാ, അപ്പൊ ഞങ്ങൾ കളവാക്കി നിഷേധിച്ചു കളഞ്ഞു. വഖുൽനാ, ഞങ്ങൾ പറയും ചെയ്തെന്നറിയോ? മാ നസ്സലല്ലാഹു മിൻ ഷൈ, അല്ലാഹു തആല യാതൊന്നും ഇറക്കിയിട്ടില്ല. ഇൻ അൻതും ഇല്ലാ ഫി ളലാലിൻ കബീർ, നിങ്ങൾ വലിയ വഴികൾ തന്നെയാകുന്നു എന്ന് ഞങ്ങൾ പറയുകയാണ് ചെയ്തത്. ആര്? ആ നരകണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന നബിമാരെ കളവാക്കിയിട്ട് അവസാനം അതേ നരകത്തിന്റെ മുന്നിലേക്ക് എത്താണ്. നരകണ്ട്, നരകത്തിന് കാവൽക്കാരുണ്ട്, നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കും എന്ന വാക്ക് കേട്ടവർ തന്നെ പിന്നെയും നരകത്തിന്റെ മുന്നിലേക്ക് എത്തുന്ന ഒരു ദുരവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ, ഇതുണ്ട് ഇങ്ങനെ ചോദിക്കുന്ന മനസ്സിലായിട്ടും ഞാനുങ്ങളും അതിന്റെ മുന്നിലേക്ക് എത്തിയുണ്ടാകുന്ന ദുരവസ്ഥ ധരിക്കും. ഇങ്ങനെ ഉണ്ടാകും അറിഞ്ഞിട്ടും നബിമാര് കിതാബുകളും ഒന്നും ഒരു പരിഗണിച്ചില്ല. ആ നബിമാരുടെ സന്ദേശത്തെ അവർക്ക് നൽകുന്ന നദീറുമാർ, അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കുന്ന ദായിമാർ, അവരെ പരിഗണിച്ചില്ല. അവര് കളവാക്കി. എത്രത്തോളം വെച്ചാല് അള്ള അങ്ങനെ ഇറക്കിയിട്ടില്ല എന്ന് വരെ പറഞ്ഞുപോയി. അള്ള അങ്ങനെ ഇറക്കിയിട്ടില്ല എന്ന് വരെ പറഞ്ഞുപോയി. മുന്നറിയിപ്പുമാര് വന്ന നബിമാരോട് അവര് പറഞ്ഞതെന്ന് വെച്ചാല് നിങ്ങൾ വലിയ വഴികേടില്ല, നിങ്ങൾ വഴിവഴിച്ചു എന്നല്ല പറഞ്ഞ, ഏറ്റവും വലിയ വഴിവിലുള്ളത് നിങ്ങൾ ആരോട്? ഹക്ക് പറയാൻ വേണ്ടി വന്ന ആൾക്കാരോട് അന്നത്തെ ആൾക്കാർ പറഞ്ഞു. ഇന്നത്തെ ആളുകളും അത് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു അതിന്റെ രത്നച്ചുരുക്കം എന്താ വെച്ചാല്, ഈ ആയത്തിൽ റബ്ബുൽ ഇസ്സത്ത് നമ്മോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, മനിഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി വമൻ ളല്ല ഫഇന്നമാ യദുല്ലു അലൈഹ. ആരെങ്കിലും നേർമാർഗം സ്വീകരിക്കുന്ന പക്ഷം
അവന് വേണ്ടി തന്നെയാണ് നിർമാർഗം സ്വീകരിക്കുന്നത്. ആരെങ്കിലും പഴിച്ചു പോയാലോ അതിന്റെ ദോഷം അവനോട് തന്നെയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വല തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, അതായത് ഒരു പാപം ചുമക്കുന്ന ഒരാളും മറ്റൊരുത്തന്റെ പാപം ചുമക്കേണ്ടി വരില്ല. എന്നാൽ ആ പാപം ചുമക്കാൻ കാരണമായത് നമ്മൾ മൂലം മറ്റൊരാൾ കാരണമായാൽ അത് നമുക്ക് ചുമക്കേണ്ടി വരുമെന്നത് ആയത്തിലും ഹദീസിലും വന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, ഒരു റസൂലിനെ അയക്കുന്നത് വരേക്കും നാം ആരെയും ശിക്ഷിക്കൂല എന്നാണ്. അല്ലാഹു അക്ബർ. വല്ലാത്ത ആശയങ്ങളാണ് 17 സൂറത്ത് ഇസ്രാഇന്റെ 15 ആയത്തിൽ അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഇത്തരം നിരവധി കാര്യങ്ങൾ റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കുകയും നരകത്തിൽ രക്ഷപ്പെടുക, സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന അടിസ്ഥാനപരമായ ലക്ഷ്യത്തെ മുന്നിൽ കണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബുൽ ഇസ്സത്ത് ചൂടിന്റെ കാഠിന്യത്തിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല നല്ല സമൃദ്ധമായ അവന്റെ റഹ്മത്തായ മഴ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ, അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ, അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ, അല്ലാഹുമ്മ അസ്ഖിനാ മതറ, അല്ലാഹുമ്മ അസ്ഖിനാ മതറ, അല്ലാഹുമ്മ അസ്ഖിനാ മതറ, അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസൻ മരീഅൻ മുരീഅൻ നാഫിഅൻ ഗൈറ ضارٍ عاجلا غير آجل. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.